നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് ആണ്. അപ്പം ഈ ഒരു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൽ പ്ലാനിങ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പ്ലാനിങ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് ആണ്. ഈ ഓർഗനൈസേഷൻ്റെ മീനിങ് എന്തൊക്കെയാണ് അതുപോലെ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നത്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു ഓർഗനൈസേഷനിലുള്ള അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ദെൻ ഈ ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ അത് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും ഡെലിഗേഷനും, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ നോക്കുക, അതല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള ടേം മീൻ ചെയ്യുന്നത്. 2 ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് തെറോ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തത് ലൂയിസ് എ എലൻ്റെ ഡെഫിനേഷനാണ്. അതിൽ പറയുന്നത് ഓർഗനൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്, ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി and establishing relationship for the purpose of enabling people to work most effectively together in accomplishing the objectives. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് എക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള എല്ലാ വർക്ക് ഫോഴ്സിനെയും, ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കാം, മറ്റ് ഏത് റിസോഴ്സസും ആയിരിക്കാം, ഈ റിസോഴ്സസിനെയും ആൻഡ് ഓർഗനൈസേഷൻ്റെ ഓവറോൾ പ്രോസസ്സിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്താലും നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. അതായത് ഒരു ജോബ് നമുക്ക് അറ്റ് എ ടൈം ചെയ്തു തീർക്കാനുള്ള പ്രൊവിഷൻ ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് മാറ്റും. ഇപ്പോൾ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാക്കി മാറ്റും ഒരേ ആക്ടിവിറ്റീനെ തന്നെ. ദെൻ ഡിഫൈനിങ് ആൻഡ് ഡെലിഗേറ്റിംഗ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. ഇനി ഓരോ ജോലിയും ചെയ്തു തീർക്കാനുള്ള അതോറിറ്റി നമ്മൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോലി ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ റൈറ്റും നമ്മൾ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഓർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ഫോർ ദ പേർപ്പസ് ഓഫ് എനേബിളിംഗ് പീപ്പിൾ ടു വർക്ക് മോസ്റ്റ് എഫക്റ്റീവ്ലി. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി വെച്ചുകൊണ്ട് തന്നെ മോസ്റ്റ് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിനും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് നമുക്ക് ഓർഗനൈസേഷൻ പ്രോസസ്സ് എന്ന് പറയാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ കൂൺസ് ആൻഡ് ഓർഡർണലിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ഓർഗനൈസിങ് ഇൻവോൾവിങ് the grouping of activities necessary to accomplish the goals and plans, the assignment of these activities to appropriate departments and the provision of authority delegation and coordination. നമുക്ക് പഠിക്കാൻ ഒന്നും കൂടെ എളുപ്പമുള്ള ഡെഫിനിഷൻ ഈ ഒരു ഡെഫിനിഷൻ ആയിരിക്കും. ഇവിടെ പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. നമ്മളുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഗ്രൂപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ദെൻ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ടിവിറ്റീസിനെ നമ്മൾ അപ്രോപ്രിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദ പ്രൊവിഷൻ ഫോർ അതോറിറ്റി ഡെലിഗേഷൻ ആൻഡ് കോർഡിനേഷൻ. ജോലി മാത്രമല്ല നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അതോടൊപ്പം തന്നെ അതിൻ്റെ അതോറിറ്റിയും കൂടെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. ഇതിൽ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്കറിയാം 2 or more പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതൊരു ഓർഗനൈസേഷൻ ആകുന്നുള്ളൂ. ഈ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് വെച്ച് നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനിൽ തന്നെ അത് ഇൻക്ലൂഡഡ് ആണ്. എലമെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആകെ 6 സ്റ്റെപ്പായിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ക്ലിയർലി നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഓരോരുത്തർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിലും നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് ഡിറ്റർമിനിങ് ആക്ടിവിറ്റീസാണ്. നമ്മളൊരു ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം.
അതോടൊപ്പം തന്നെ നമ്മളതിന് എന്യൂമറേറ്റ് ചെയ്ത് വെക്കണം, എത്ര ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഈ ഒരു സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ. ദെൻ ആ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ടിവിറ്റീസിന് നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അസൈൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. വലിയ ഓർഗനൈസേഷനൊക്കെ ആവുന്ന സമയത്ത് അവിടെ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നേച്ചർ, വലിയ മാനുഫാക്ചറിങ് പോലത്തെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ടിവിറ്റീസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റീസിനും എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് ദീസ് വേരിയസ് ആക്ടിവിറ്റീസ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സെഗ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എൻ്റയർ ആക്ടിവിറ്റീനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് ആക്ടിവിറ്റീസിൽ ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ തൊട്ട് മുന്നേ സ്മോൾ സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റി വെച്ചിരിക്കുന്ന ഈ ആക്ടിവിറ്റീസിന് അതിൻ്റെ ഫങ്ഷൻസിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ ബേസിസിലോ കസ്റ്റമേഴ്സിൻ്റെ ബേസിസിലോ നമുക്കൊരു അപ്രോപ്രിയേറ്റ് ക്രൈറ്റീരിയൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാം. ചിലപ്പോൾ പ്രൊഡക്ഷൻ എന്നുള്ള ഒറ്റ ഫങ്ഷനായിട്ടും മാർക്കറ്റിംഗ് എന്നുള്ള ഫങ്ഷനായിട്ടും അല്ലെങ്കിൽ പർച്ചേസിംഗ് എന്നുള്ള ഫങ്ഷനൊക്കെ ആയിട്ട് നമുക്ക് ഫങ്ഷൻസിൻ്റെ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യാം. ഈ പ്രൊഡക്റ്റിൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡിറ്റർജൻറ്റിൻ്റെ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ലിക്വിഡ്സിൻ്റെ അല്ലെങ്കിൽ ഹാൻഡ് വാഷിൻ്റെ പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഈ രീതിയിൽ പ്രൊഡക്റ്റിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ഗ്രൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണോ അതിൻ്റെ ബേസിസിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്. ദെൻ അത് കഴിഞ്ഞാൽ അസൈനിങ് ഡ്യൂട്ടീസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അറിയാം അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ്. അത് നമ്മൾ അവിടെയുള്ള എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുക്കണം, ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. The individual group of these activities are then allotted to different individuals on the basis of their ability and aptitude. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ഓരോരുത്തരുടെ എബിലിറ്റീസ് ഉണ്ടാകും. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ജോലി അസൈൻ ചെയ്യുന്നത്. ചിലർക്ക് നല്ല മാനേജറിയൽ സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് നമ്മൾ സൂപ്പർവൈസർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയായിരിക്കും അസൈൻ ചെയ്യുന്നത്. ചിലർക്ക് ക്ലറിക്കൽ വർക്കിലായിരിക്കും കൂടുതൽ സ്കിൽസ് ഉള്ളത്. ചിലർ നല്ല എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും നല്ല സ്കില്ലുള്ളത്. അങ്ങനെ ഓരോരുത്തരുടെയും എബിലിറ്റീസിൻ്റെ ബേസിസിൽ നമ്മൾ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. ഡ്യൂട്ടി മാത്രം അസൈൻ ചെയ്ത് കൊടുത്താൽ പോരാ, അത് ചെയ്യാനുള്ള അതോറിറ്റി കൂടെ നമ്മൾ ഫുള്ളായിട്ട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്താൽ മാത്രം പോരാ, ഇതൊക്കെ കറക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സോ ലാസ്റ്റ് വൺ കോർഡിനേറ്റിംഗ് ദീസ് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതും പിന്നെ അതിന് വേണ്ട ആക്ടിവിറ്റീസ് ഡിറ്റർമിൻ ചെയ്ത് ഗ്രൂപ്പ് ചെയ്തതും ഡ്യൂട്ടീസും അതോറിറ്റി നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് മൊത്തമായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. ഇതിനാണ് നമ്മളുടെ എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ, അതല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ഓർഗനൈസേഷൻ ഓർ ഓർഗനൈസേഷൻ പ്രോസസ്സ് എന്നുള്ള ഹെഡിൽ എഴുതാവുന്ന കണ്ടൻറ് എന്ന് പറയുന്നത്. അതപ്പോൾ 6 സ്റ്റെപ്പായിട്ട് തന്നെ പഠിക്കാം. ഇനി അടുത്തൊരു പോർഷൻ ഓർഗനൈസേഷനിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. ചെറിയൊരു ടോപ്പിക്കാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ ഓർഗനൈസേഷൻ ആ ഒരു ടേമിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഒഫീഷ്യൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻഫോർമലാണ്. കാഷ്വൽ ടോക്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്സ്, നമ്മളുടെ ചാറ്റ്സ്, ഇതൊക്കെ നമ്മളുടെ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹിയർ ദ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ദ ലൈൻ ഓഫ് കമാൻഡ് ആർ ക്ലിയർലി ഡിഫൈൻഡ് ആൻഡ് സ്റ്റേറ്റഡ്. ഇതാണ് അവിടെ ഉള്ളത്. പ്രീ ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലൈൻ ഓഫ് കമാൻഡ്സിലൂടെ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫിക്സ് ചെയ്യാം. ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അക്കൗണ്ടബിലിറ്റി, കാര്യങ്ങളൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. ദ ഇൻഡിവിജ്വൽ ഇൻ ദ ഓർഗനൈസേഷൻ നോസ് വാട്ട് ഇസ് ഹിസ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ടു ഹൂം ഹി വാണ്ട് ടു റിപ്പോർട്ട്. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതോറിറ്റീസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. ആൻഡ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്,
നമ്മൾ ആരോടാണ് ആൻസറബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് അറൈസ് സ്പോണ്ടാനിയസ്ലി. അത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ലൈൻ ഓഫ് കമാൻഡിലൂടെ എന്നല്ല, നമ്മൾ അപ്പം കാണുന്ന 2-3 ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നു, അവരൊരു ഫ്രണ്ട്സ് ആകുന്നു, അതുവഴി കീപ്പ് ചെയ്യുന്ന റിലേഷൻഷിപ്പിലൂടെ ഫോം ചെയ്യുന്നതിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സ്പോണ്ടാനിയസ്ലിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ത്രൂ ഫ്രണ്ട്ഷിപ്പ്, ക്ലോസ് കോണ്ടാക്റ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ ഒരു ടേബിളാക്കി പഠിച്ചു വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്ക് എഴുതുന്ന സമയത്ത് പോയിൻറ്റ്സ് കറക്റ്റായിട്ട്. ഇവിടെ നമ്മൾ ഒരു 6 പോയിൻറ്റ്സ് ആയിട്ടാണ് അതിൻ്റെ ടേബിള്, ഡിഫറൻസിൻ്റെ ടേബിൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് എഴുതാൻ കഴിയും. ആദ്യത്തത് ഇതിൻ്റെ മീനിങ് തന്നെയാണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ക്ലിയർലി ഡിഫൈൻഡ് ജോബ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺപ്ലാൻഡ് സോഷ്യൽ ഓർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫോർമൽ ഓർഗനൈസേഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഫോർമൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ അൺപ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഈ ഒരു ലൈൻ ഓഫ് കമാൻഡും അല്ലെങ്കിൽ ഈ ഒരു ഫോർമൽ അതോറിറ്റിയൊക്കെ ഫിക്സ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആകുമ്പോഴോ ഇറ്റ് ഈസ് ഫോംഡ് സ്പോണ്ടാനിയസ്ലി ബൈ ദ സോഷ്യൽ കോണ്ടാക്ട് ഓഫ് ദ മെമ്പേഴ്സ്. സ്പോണ്ടാനിയസ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എഫേർട്ട് എടുക്കാതെ തന്നെത്താനെ ഉണ്ടാവുന്നതിനെയാണ് സ്പോണ്ടാനിയസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ സ്പോണ്ടാനിയസ്ലി ക്രിയേറ്റഡ് ആവുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ദെൻ ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് സ്റ്റേബിൾ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഇൻ നേച്ചർ. ഓക്കെ, അതേസമയം ഇൻഫോർമൽ അൺസ്റ്റേബിളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി തുടങ്ങിയ ടോക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് തീരുമ്പോൾ തന്നെ ആ ഒരു ടോക്ക് തീരുകയും ചെയ്യും. സോ അൺസ്റ്റേബിൾ ആയിട്ടുള്ളതാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. ഇത് അതേസമയം നമ്മളിപ്പോൾ ഒരു കമാൻഡ് കൊടുക്കുക, ഒരു ഓർഡർ കൊടുക്കാനാണ് നമ്മൾ ഈ ഒരു ഫോർമൽ ചെയിൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഓർഡർ ടോപ്പ് ടു ബോട്ടം എത്തുന്നത് വരെ ഈ ഫോർമൽ ഓർഗനൈസേഷൻ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഷുഡ് ബി ഫോളോഡ്. സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതേ റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്താലേ നമുക്കത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആകുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് റൂൾസും റെഗുലേഷൻസൊന്നും ഇല്ല. ദെൻ വൈഡർ സ്കോപ്പാണ് ഫോർമൽ ഓർഗനൈസേഷനിൽ. നമുക്ക് മൊത്തമായിട്ട് ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ റൂൾസ് എന്ന് പറയുന്നത്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ ലിമിറ്റഡ് സ്കോപ്പാണ്. അത് 1-2 ഗ്രൂപ്പ്സിന് മാത്രം ഒതുങ്ങുന്ന ഒരു സ്ട്രക്ചറാണ് ഇൻഫോർമൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഹിയർ ദ എംഫസിസ് ഇസ് ഗിവൺ ഓൺ അതോറിറ്റി. ഫോർമൽ ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അതോറിറ്റിക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതേസമയം ഇൻഫോർമൽ ആവുന്ന സമയത്ത് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്പിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പിനെയാണ് ഫോർമൽ ഓർഗനൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് കാഷ്വൽ ടോക്സാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ടിൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോസസ്സും അതുപോലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത് പഠിക്കാം.